ബാലരാമപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന നല്ല അടിപൊളി സമ്മാനമാണ്. ഫ്ലവേഴ്സിലെ 1 കോടിയിലെ വിജയിയായ ജയന്തി ആന്റിയെ ക്ഷണിച്ചുകൊടുന്നു. അനന്തപുരിയിൽ നിന്ന് ജയന്തി. VMTV ന്യൂസിന്റെ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഒന്ന് പരിചയപ്പെടാം. എന്താ ചേട്ടൻ്റെ പേര്? സോബി. എവിടെ സ്ഥലം? ചേർത്തല. കിച്ചു, നോന, ബെന്നിച്ച്, ജീൻ, കെവിൻ. ജീന നല്ല പേര് കേട്ടോ. ജോൺ, അനു, അമ്പിളി, അമീലിയ. അനു എന്നല്ലേ പേര്? എൻ്റെ പേര് അനുശ്രീ എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ രണ്ടുപേരും ചേരും കേട്ടോ. ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 കുസൃതി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ക്ലൂസൊക്കെ ഒരുപാട് തരും. ഓരോ ക്വസ്റ്റിന് 20 സെക്കൻഡാണ് ടൈം വെച്ചേക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ പറയുക, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 3 അമ്മമാരുണ്ടല്ലോ, വെന്ത് നീറുകയാണ്, എപ്പോഴും വെന്ത് നീറിക്കൊണ്ടിരിക്കും. ഏതാണ് അമ്മമാർ? 3 അമ്മമാർ. കുസൃതി ചോദ്യം. 3 അമ്മമാർ അടുക്കളയിലേക്ക് കാണുന്നത്. അടുപ്പിന്റെ കല്ല്, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചേച്ചി ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 കിട്ടി. അടിയില്ലാത്ത ഭരണി ഏത്? ബിരിയാണി. അടിയില്ലാത്ത ഭരണി. ഇവിടെ എല്ലാവരുടെയും വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ ഈ ഒരു ഭരണിയുണ്ട്. എടുത്തു മാറ്റാനൊന്നും പറ്റത്തില്ല. കറക്റ്റ് ആൻസർ ആണ്. അമ്പിളി കി ജയ്. അമ്പിളി ആരാ ചേട്ടൻ്റെ? എൻ്റെ സിസ്റ്ററിലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആളെ കണ്ടാൽ ഈ ഒരു സാധനം ഒച്ച വയ്ക്കും, കൈ കാണിച്ചാൽ നിർത്തും. എന്താണ്? ആളെ കണ്ടാൽ ഒച്ച വയ്ക്കും, നമ്മൾ കൂടെ കയറി പോകാം. എന്ത് വണ്ടി? വണ്ടിയാണ്. ബസ്. യെസ്, കറക്റ്റ് ആൻസർ ബസ്സാണ്. വണ്ടി ഒച്ച വെക്കും, ആളിനെ കാണുമ്പോൾ ഒച്ച വെക്കത്തില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മരത്തിൽ 2 പഴം, ഒന്നിന് മധുരവും ഒന്നിന് കയ്പും. അപ്പോൾ പഴങ്ങൾ ഏതാണെന്ന് പറയണം. ഒരു മരത്തിൽ 2 പഴം, ഒന്നിന് മധുരം ഒന്നിന് കയ്പ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന 2 സാധനങ്ങളാണ്. നമ്മുടെ നെല്ലിക്കയല്ല, ജീവനുള്ളതല്ല, അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന 2 സംഭവങ്ങളാണ്. സുഖവും ദുഃഖവും സന്തോഷവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കുട്ടയിൽ 2 വരി മുല്ലമാല. ഏതാണ്? ബാക്കിൽ നിന്നുകൊണ്ട് ആൻസറുകൾ പറയുകയാണ് ചേച്ചി. കടങ്കഥയിൽ കൂടി പോയിട്ടുണ്ട്. ഒത്തിരി വായനക്കാരിയാട്ടാ. വായനശീലമുള്ളവർക്ക് ഇത് പറയാൻ പറ്റും. അല്ല, ഇപ്പൊ കാണാനും ഇവിടെ നിന്ന് കാണാൻ കുട്ടയിൽ വരിയായി പുല്ലപ്പ് വെച്ചേക്കുന്നത്. വേണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓടി നടക്കുന്ന തീപ്പന്ത ഏതാണ്? ഓരോരുത്തർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അമ്പിളി ശ്രദ്ധിച്ചോ? തലയാട്ടണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാട് വെട്ടി, തോട് വെട്ടി, പാറ വെട്ടി, വെള്ളം കണ്ടു. ഇവിടെ കരിക്ക്. അവിടെ പറഞ്ഞതേ ഉള്ളൂ. അത് തന്നെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാറ്റത്തോടുന്ന കുടവേറൻ ആരാണ്? ബലൂൺ. സൈലന്റ് അറ്റാക്ക്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഒരു ക്വസ്റ്റ്യനുള്ളത്. മുറ്റത്ത് ഒരു പോലീസ് തൊണ്ടി തേടി നടക്കുന്നു. ആരാണ് ആ പോലീസ്? നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനം. മുറ്റത്തൊരു പോലീസ് തൊണ്ടി തേടി നടക്കുന്നു. അങ്ങനെ ഉറുമ്പല്ല, നമ്മൾ വളർത്തുന്ന ഒരു സാധനം. തൊണ്ടി തേടി നടക്കുന്നു. നേരെ വിളിച്ചിരിക്കുന്നവരെ എന്തിങ്ങനെ കോഴി. 3 ദിവസത്തിന്റെ ആൻസർ പറഞ്ഞ നമ്മുടെ അമ്പിളി. ആരാണോ കൂടുതൽ ആൻസർ പറയുന്ന അവർക്ക് സമ്മാനം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ അമ്പിളി ചേച്ചിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ബാലരാമപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന നല്ല അടിപൊളി സമ്മാനമാണ്. ഫ്ലവേഴ്സിലെ 1 കോടിയിലെ വിജയിയായ
ജയന്തി ആൻറ്റിയെ ക്ഷണിച്ചു വിടുന്നു. അനന്തപുരിയിൽ നിന്ന് ആർ ജയന്തി. ത്രിമാന ചലച്ചിത്രം എന്നറിയപ്പെടുന്നത് ഏതുതരം സിനിമകളെ കുറിച്ചാണ്? ഓപ്ഷൻ എ സിനിമാസ്കോപ്പ്, ഓപ്ഷൻ ബി 70mm, ഓപ്ഷൻ സി 35mm, ഓപ്ഷൻ ഡി 3D, ഓപ്ഷൻ ഡി 2D. 3D. ഉറപ്പാണോ? താങ്കൾ പറഞ്ഞ 20,000 രൂപയുടെ ഉത്തരം ശരിയാണ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാം നല്ല വൈബുള്ള കുറച്ച് പേരാണ് കിട്ടിയത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ഫാമിലി ആയിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഞാനും എൻജോയ് ചെയ്തു, അവരും എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിജയിയായ അമ്പിളി ചേച്ചിക്ക് സമ്മാനം നൽകിയത് നമ്മുടെ ഫ്ലവേഴ്സിലെ 1 കോടി എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അതിൽ വിജയിയായിരുന്ന ജയന്തി എന്ന് പറയുന്ന ആൻറ്റിയാണ്. അപ്പോൾ എന്തായാലും അവർ ഭാഗ്യവതിയാണ്. കാര്യം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് സമ്മാനം കിട്ടിയല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങളും. ഇന്ന് ഞങ്ങൾ വിളിച്ചിട്ടാണ് ആൻറ്റി വന്നത്, പക്ഷേ സമയമില്ലായിരുന്നുവെങ്കിലും ഞങ്ങൾ വിളിച്ചിട്ട് വന്നതുകൊണ്ട് ആൻറ്റിക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയ ഫാമിലീസുമായിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.